രാവിലെ തന്നെ ലക്ഷ്മിയെ അങ്ങോട്ട് വലിച്ച് കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാനവാസിന്റെ ഉറ്റ കൂട്ടുകാരൻ ജിഷിനും ചേർന്ന്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ ഇച്ചിരിയൊക്കെ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോൾ വീണ്ടും സുപ്രഭാതം പൊട്ടി വിടർന്നിരിക്കുകയാണ്. പാട്ടൊക്കെ ഇട്ട് രാവിലെ എല്ലാവരും തുള്ളിച്ചാടി എണീക്കുന്നു. അതിനുശേഷം അത്തപ്പൂവൊക്കെ ഇടുന്നുണ്ട് അവിടെ. ഇതിനിടയ്ക്ക് കിച്ചണിൽ നമ്മുടെ അനുമോളുടെ ഭരണമാണല്ലോ, അനുമോൾക്ക് കിച്ചൺ വേണം. കിച്ചൺ വിട്ടൊരു കളി അനുമോളില്ല. അപ്പോൾ രാവിലെ അനുമോൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിയും ആ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ്, നമ്മുടെ ജിഷിനും ഒക്കെ ആ ഒരു കിച്ചൺ ടീമിലുള്ളതാണ്. രാവിലെ ഭക്ഷണം കുറച്ച് ലേറ്റായി. അപ്പോൾ ആരാണ് കിച്ചൻ്റെ ക്യാപ്റ്റൻ? ലക്ഷ്മി, അതായത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള ലക്ഷ്മി. മിനിഞ്ഞാന്നാണല്ലോ വൈൽഡ് കാർഡ്സ് കയറി ഇങ്ങോട്ട് വരുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയിൽ നേരത്തെ കിടന്ന് ഉറങ്ങിയ ലക്ഷ്മി ഇന്നലെ രാവിലെ ചാടി എണീറ്റ് കണ്ടന്റ് ക്രിയേഷനുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മിയുടെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്തത് കിച്ചണിൽ നിന്നായിരുന്നു. 7 മണിക്ക് എണീറ്റ് വന്നിട്ട് എന്താ ഇവിടെ ഫുഡൊന്നും ഇല്ല 7 മണിക്ക്, എനിക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് വേണം എന്നൊക്കെ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ ലക്ഷ്മിയെ ഇന്നലെ നെവിൻ പിടിച്ച് കിച്ചണിന്റെ ക്യാപ്റ്റൻ ആക്കിയായിരുന്നു, കിച്ചൺ ടീമിലിട്ടിട്ട്. ആ ലക്ഷ്മി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ കയറിയപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി 7 മണിക്കൊന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കലൊന്നും നടക്കത്തില്ല എന്ന്, കുറച്ച് ലേറ്റായി. അപ്പം ഇന്നലെ ലക്ഷ്മി ഇത് ചൊറിഞ്ഞുകൊണ്ട്, അതായത് കറക്റ്റ് സമയത്ത് ഫുഡില്ല എന്നും പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് ചെന്നത് നമ്മുടെ ഷാനവാസ് കാക്ക അടുക്കലായിരുന്നു. കാരണം ഷാനവാസ് കാക്കയായിരുന്നു ഇന്നലെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ. ഷാനവാസ് കാക്ക അത് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ലക്ഷ്മിയെ അതിന്റെ പേരിൽ എവിടെ മോളെ 7 മണിക്ക് എന്തിയേ ഫുഡില്ലാത്ത, 7 മണി പോട്ടെ ഇത്രയും നേരമായല്ലോ നീ എന്താ ഫുഡ് തരാത്തത് എന്നും ചോദിച്ച് വട്ടത്തിൽ അങ്ങോട്ട് പിടിച്ച് കീറി വിട്ടിട്ടുണ്ട്. അത് ഭക്ഷണം, ലക്ഷ്മിയൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല വൃത്തിക്കിരുന്ന് കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഷാനവാസൊക്കെ അങ്ങോട്ട് ചെന്നു പിടിച്ചങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഷാനവാസ് സത്യം പറഞ്ഞാൽ ലക്ഷ്മി അടുക്കലല്ല ആദ്യമേ ചെന്നത്, നേരെ അനുവിൻ്റെ അടുക്കലാണ് ചെന്നത്. അതായത് 2 ചപ്പാത്തി വെച്ചാണ് രാവിലെ കൊടുക്കുന്നത്. എന്താവാനാ അത്? അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണം വെച്ച് കൊടുക്കുക എന്നും പറഞ്ഞ് തുടങ്ങിയ ഒരു സംസാരമാണ്. അപ്പൊ കിച്ചൺ ക്യാപ്റ്റൻ ആണല്ലോ ലക്ഷ്മി അതിന്റെ ഇടയിലോട്ട് വന്ന് തലയിട്ടപ്പോഴത്തേക്ക് ആ തല പിടിച്ചങ്ങ് ഓടിച്ച് ഷാനവാസിക്ക ഈ ഒരു വിഷയം പറഞ്ഞ്, നീ അല്ല ഇന്നലെ വന്നപ്പോൾ വലിയ വീരവാദം മുടക്കിയത് 7 മണിക്ക് എനിക്ക് ഫുഡ് വേണമെന്ന്, നീ കിച്ചൺ ക്യാപ്റ്റൻ ആയപ്പോൾ എന്തിയേ ഫുഡ് നേരത്തെ ഞങ്ങൾക്ക് വിശക്കുന്നു അത് നിങ്ങൾ കഴിച്ചിട്ടല്ലേ പറയുന്നത്? ആടി ഞാൻ കഴിച്ചിട്ടാടി പറയുന്നത്, എപ്പോഴാണ് നീ കഴിക്കാൻ തന്നത്? നീ അല്ലേ പറഞ്ഞേ കറക്റ്റ് സമയത്ത് വേണമെന്ന്, നീ കറക്റ്റ് സമയത്ത് ഉണ്ടാക്കി നീ. ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി. ലക്ഷ്മിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇന്നലെ ആ ചോദിച്ചത് പണിയായി, ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു, ഇവർ അടുത്ത ദിവസം എടുത്ത് വെച്ച് താങ്ങി തന്നിട്ടുണ്ടല്ലോ എന്ന് ഇപ്പോൾ ലക്ഷ്മി ചിന്തിക്കുന്നുണ്ടായിരിക്കും. നല്ല വഴക്കാണ് രണ്ടുപേരും തമ്മിൽ രാവിലെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അനീഷേട്ടൻ്റെ കണ്ടന്റ് വേണമല്ലോ. അപ്പം അനീഷേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. നിർത്തൂ ലക്ഷ്മി പോയി ഭക്ഷണം ഉണ്ടാക്കൂ, ഇല്ലെങ്കിൽ വൈകിട്ടത്തേക്കും കൂടെ ഉള്ള ഫുഡ് കിട്ടത്തില്ല, അല്ല ഉച്ചക്കത്തേക്കും കൂടെ ലേറ്റ് ആവും, ഉച്ചക്കത്തേക്കും കൂടെ ഉള്ള ലേറ്റ് ആവും, പോയി ഉണ്ടാക്കാൻ കയറൂ, ഉച്ചക്കത്തേക്ക് ഭക്ഷണം വേണം, നിങ്ങൾ അതെങ്കിലും സമയത്ത് തരൂ എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. അതപ്പോൾ അപ്പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായി അനീഷിനെ ആരും വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല വൈൽഡ് കാർഡ്സ് കയറി വന്നത്, അതായത് ചൊറിയാൻ ചെല്ലുന്നില്ല. അനീഷിനെ ചൊറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ആണെങ്കിലും അനീഷിനോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല, താൻ പോടോ ഞങ്ങളല്ലേ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, അനീഷിൻ്റെ ഇടയ്ക്ക് ഒന്നും മിണ്ടുന്നില്ല. ഷാനവാസ് ലക്ഷ്മിക്കിട്ട് അങ്ങ് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇതങ്ങോട്ട് നടന്ന് ഷാനവാസ് ഇങ്ങോട്ട് മാറി ഉടനെ തന്നെ നമ്മുടെ ജിഷിൻ കിച്ചൺ ടീമിലുള്ളതാണ്. ജിഷിൻ നൈസായിട്ട് ലക്ഷ്മിയെ പിടിച്ച് അങ്ങോട്ട് കുടയുന്നുണ്ട്. ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ വന്ന് കയറിയപ്പോഴേ ചൊറിയാൻ പോയിട്ടല്ല ഇന്ന് ഈ ചൊറിച്ചിൽ നിനക്ക് കിട്ടിയത്? അത് നല്ല രീതിയിൽ. പിന്നെ ഷാനവാസ് എന്ന് പറയുന്നത് ജിഷിന്റെ സുഹൃത്താണ്. അപ്പൊ പിന്നെ വെറുതെ വിടത്തില്ലല്ലോ, രണ്ടുപേരും മറ്റേ അടയും ചക്കരയാണ്. അപ്പൊ പിന്നെ എന്താണെങ്കിലും കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ടീമാണെന്നൊന്നും ജിഷിൻ നോക്കിയിട്ടില്ല. പിന്നെ ജിഷിൻ പറഞ്ഞതിനകത്ത് മോശമൊന്നുമില്ല. വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാ കണ്ടന്റ് ഉണ്ടാക്കാൻ കിച്ചണിലോട്ട്. ആർക്ക് കണ്ടന്റ് വേണമെങ്കിലും നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അനുമോള് കിച്ചൺ അങ്ങോട്ട് വിറ്റ് കൊടുക്കാത്തത്. അനുമോളുടെ ഒരു ഭരണമാണ് അവിടെ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ വൃത്തിയോടെ ഭക്ഷണം കൊടുക്കും, എല്ലാവരുടെയും വയറും മനസ്സും നിറയ്ക്കും എന്നാണ് അനുമോള് പറയാറുള്ളത്. വയറും മനസ്സും ഒക്കെ നിറയ്ക്കാറുണ്ടോ? ഈ 2 ചപ്പാത്തി കൊണ്ടൊക്കെ രാവിലെ വയറ് നിറയുമോ? എനിക്കറിഞ്ഞൂടാ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ചോദിച്ചതാണ്. പക്ഷെ വൃത്തിക്ക് ഭക്ഷണം ചെല്ലുന്നുണ്ട് എല്ലാവർക്കും എന്താണെങ്കിലും. അപ്പൊ അതൊക്കെയാണ് രാവിലെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഷാനവാസ് ലക്ഷ്മിയെ പിടിച്ച് രാവിലെ ഒട്ടിച്ച് അങ്ങോട്ട് തേച്ച് വിട്ടിട്ടുണ്ട്. ബാക്കി ഇനിയും പോയി നോക്കട്ടെ ആരൊക്കെയാണോ എന്തൊക്കെയാണോ. പിന്നെ നമ്മുടെ പ്രവീണും ജിഷിനും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി ഒരു മൂലയിലോട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഇന്നലത്തെ ജിസേലിന്റെ വിഷയമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ജിഷിൻ പറയുന്നു, ഞാൻ കണ്ട കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പുറത്ത് നിന്നപ്പോഴത്തേക്ക് എന്താണോ എപ്പിസോഡിൽ ലൈവും വഴി കണ്ടത് അത് മാത്രമേ ഞാനിവിടെ ഇന്നലെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ,
ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതല്ലാതെ ഞാൻ വേറെ ഒന്നും കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ജിഷിൻ പറയുന്നുണ്ട്. എനിക്ക് അതുകൊണ്ടൊരു പേടിയില്ല എന്നൊക്കെയാണ് ജിഷിൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് രാവിലെ അവിടെ നടക്കുന്നത്. ബാക്കിയൊന്ന് പോയി കാണട്ടെ, എന്നിട്ട് നിങ്ങളെ ഉടനെ വന്നിട്ട് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.